ഇതിലെ ടാങ്ക് അയച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഡസ്റ്റ് കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഡസ്റ്റാണ്. ഒന്നതാ എടുക്കുക ട്രെൻഡിങ്ങിൽ കണ്ടിപ്പാ വര വയ്ക്കറ. ബൈക്കിൻ്റെ ബാക്കിലെ സീറ്റ് ഫ്രണ്ടിലെ സീറ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പത്തേരിയത് ഇത് കണ്ണയ്ക്ക് ഓർഡർ ചെയ്യണം. ജ്യൂസ് കുടിച്ചിട്ട് நல்லா தெரிஞ்சு அன்னைக்கு ஒரு டெஸ்ட் டோஸ் தான் தந்தேன். அப்போ தெரியுது எப்படி இருப்பேன் ഫുൾ ഡേന്ന്. ഈ സ്പാനർ ഇട്ട് പിടിച്ചിട്ട് സാധനം റെഡി ആവുന്നില്ല. കുറേ നാളായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുക. ഈ ഒരു സാധനം ഇട്ടിട്ട് ബോക്സ് വിട്ടു, അപ്പുറത്ത് റിംഗ് സ്പാനറും വെച്ചു, പക്ഷെ ശരിയാവുന്നില്ല. വണ്ടിയുടെ ടാങ്ക് ഫ്രണ്ടിലെ ടാങ്ക് അയച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഡസ്റ്റ് കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഡസ്റ്റാണ്. സീറ്റിൻ്റെ അടിയിലുള്ള സിറ്റുവേഷൻ കാര്യങ്ങളാണ് ഈ കാണുന്നതും. ഇനിയിപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കണം. അതാണ് ഇന്നത്തെ ടാസ്ക്. കാര്യങ്ങളെല്ലാം എങ്ങനെ ഉണ്ടാവും നോക്കാം. ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങളും പ്രോസസ്സെല്ലാം ഇവിടെയെല്ലാം ഫുൾ ഭയങ്കര അഴുക്കായിരിക്കുന്നത്. സമയം 1:30 ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് WD-40 കാര്യങ്ങളെല്ലാം അടിച്ചു വെച്ചിട്ട് വണ്ടിയിൽ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അടിച്ചു വെച്ച് മെയിനായിട്ട് ഈ കവറിൽ പിന്നെ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഫുൾ WD-40 കാര്യങ്ങളാണ്. ഇപ്പോൾ 1:30 മണിയായി. ഇനി ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീൻ ചെയ്യണം. ഇതെല്ലാം മാക്സിമം ക്ലീൻ ചെയ്തെടുക്കണം. അതാണ് ഇന്നത്തെ മെയിൻ ടാസ്ക് കാര്യങ്ങളെല്ലാം വരുന്നത്. ടാങ്ക് മേടിച്ച ശേഷം ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല. ടാങ്കിൻ്റെ അടിയിലെ സീൻസാണ് കാണുന്നത്. എല്ലാം ഒരു 1/2 kg മണ്ണ് ടാങ്കിൻ്റെ ഉള്ളിലുണ്ടാവും. റെയിൻ സീസണിൽ ഭയങ്കരമായിരിക്കും. ഈ ഒരു ഭാഗമെല്ലാം ക്ലീൻ ചെയ്തപ്പോൾ ഉള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടോ? അതായത് ഫുൾ WD-40 കാര്യങ്ങൾ ഇവിടെ എല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഉള്ള വ്യൂവും മുമ്പത്തെ വ്യൂവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലെ എയർ കാര്യങ്ങളെല്ലാം അടിക്കണം. അത് പുറത്തു പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ സംവിധാനം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര അഴുക്കായിരുന്നു. ഫുൾ അഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അഴുക്കായിരുന്നു ഇവിടെ. ഇപ്പം ഈ ഒരു പോർഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ്റെ എല്ലാം ഇതാണ് കറൻ്റ്ലി ഉള്ള അവസ്ഥ. എക്സോസ്റ്റൊക്കെ ഭയങ്കര സീനായിരുന്നു. അതെല്ലാം ഇത്രയും വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കമൻറ്റിൽ പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു നല്ലൊരു കാര്യമാണ്. ആ ഒരു കമൻറ്റ് ഇന്നലെ രാത്രി കണ്ടാണ് ഞാൻ കാണുന്നത്. അത് കണ്ടതിന് ശേഷം ഇന്ന് എടുത്തൊരു തീരുമാനമാണ് ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് അടിച്ച് തളിച്ചങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഫുൾ ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ഡീപ്പ് ക്ലീൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിൽക്കുകയാണ്. ലച്ചി അറിയില്ലാന്ന്. ആൻഡ് ബ്രോ ഈ കമൻറ്റ് ചെയ്ത ബ്രോന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം കുറേ നാൾ കൊണ്ടുവരുന്ന വണ്ടിയല്ലേ, ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. ഇനിയും പോകാനുള്ളതല്ലോ ഒത്തിരി ദൂരം.